നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായി വരുന്ന മരണം അത് തടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ ആത്മഹത്യ പല ആളുകളും പല കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ കുഞ്ഞു കുട്ടികളടക്കം വളരെ ചെറിയ പ്രായത്തിലടക്കം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള കണക്കുകളും വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ ആണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും തുല്യര് തന്നെയാണ്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ആത്മഹത്യ വഴി തിരഞ്ഞെടുക്കുന്നത്. പലരും പല കാരണങ്ങൾ കൊണ്ട് പക്ഷേ ഒരു ചെറിയൊരു കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ പല ആളുകളും തങ്ങളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ തങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ഒരു 100 ചോദ്യങ്ങൾ മനസ്സിൽ അവിടെ ബാക്കി വെച്ചുകൊണ്ടായിരിക്കും പല ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ വരെ ചിരിച്ചും കളിച്ചും കണ്ട ആളുകൾ പിറ്റേന്ന് രാവിലെ ഒരു പക്ഷെ അറിയുന്നുണ്ടാവുക അയാളുടെ മരണവാർത്തയായിരിക്കും. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ആളുകൾക്കടക്കം എന്തിനാണ് മരിച്ചത്, വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നതാണല്ലോ, എന്താണ് ഇതിനും മാത്രമുള്ള ആത്മഹത്യ ചെയ്യാനുള്ള പ്രശ്നം എന്നുള്ളത് പലരും അന്വേഷിക്കും. അങ്ങനെ എത്രയോ ആളുകൾ ഒരു പക്ഷേ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ തന്നെ അറിയാൻ ധാരാളം ആളുകളുണ്ടാകും. ഏതായാലും ഇപ്പോഴും നടന്നിട്ടുള്ള ഒരു ആത്മഹത്യാ വാർത്തയും ഇത്തരത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. അയർലാൻഡിൽ ഒരു മലയാളി യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ഞെട്ടൽ വിട്ടുമാറാതെ ഈ മാതാപിതാക്കൾ അടങ്ങുന്ന കുടുംബം വളരെ ദുഃഖിതരാണ്. പാലക്കാട് നിന്നും കർണാടകയിലെ മംഗലാപുരത്തിന് സമീപം ദക്ഷിണ കർണാടക ജില്ലയിൽ ഉൾപ്പെടുന്ന കടപ്പയിലേക്ക് കുടിയേറിയ മലയാളി കുടുംബത്തിലെ അംഗവും കുട്ടൂർപ്പാടെ സ്വദേശിയുമായ സാൻജോ സുനിൽ 31 വയസ്സാണ് പ്രായം. വീടിനുള്ളിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വൈകിട്ട് 6:30 തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 2025 ജാനുവരി 9 നടന്ന വിവാഹത്തിന് ശേഷം ഇക്കഴിഞ്ഞ ജാനുവരി 20 സാൻജോ ഡിപ്പെൻഡന്റ് വിസയിൽ അയർലാൻഡിലെ ഫിൻഗ്ലാസിൽ എത്തുന്നത്. 2 വർഷം മുമ്പ് അയർലാൻഡിലെ സ്വകാര്യ കെയർ ഹോമിൽ നഴ്സായി ജോലി ലഭിച്ചെത്തിയ ഭാര്യ ലിഷ്മ ഫിലിപ്പിന് ഒപ്പമായിരുന്നു താമസം. അതായത് വിവാഹം കഴിഞ്ഞ് 1 വർഷം കുറച്ച് മാസങ്ങൾ പിന്നിടുന്നേ ഉള്ളൂ. ഇരുവരും 10 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരായി ഇരിക്കുന്നത്. ഇവർ നാട്ടിൽ അടുത്തടുത്ത് താമസിച്ചിരുന്നവരും അതുപോലെ തന്നെ മലങ്കര സിറിയൻ കത്തോലിക്ക ചർച്ചിലെ അംഗങ്ങളുമാണ്. ഒരേ നാട്ടിലെ അടുത്തറിയാവുന്ന 2 ചെറുപ്പക്കാരായിരുന്നു സാൻജോയും ലിഷ്മയും. യുവത്വത്തിൻ്റെ ആവേശമായിരുന്നില്ല അവർക്ക് പ്രണയം. പലപ്പോഴും 10 വർഷത്തോളം നീണ്ടുനിന്ന ആ പ്രണയത്തിൻ്റെ തീക്ഷ്ണത ഇരുവരും അടുത്തറിഞ്ഞ് നിരവധി അവരുടെ ബന്ധുക്കളടക്കം ഇവരുടെ സ്നേഹത്തിന് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു തീരുമാനത്തിന് ഒപ്പം നിന്ന് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു. ആ സ്നേഹപ്രകടനം ഇന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നാണ് ഓർമ്മപ്പെടുത്തൽ. കാരണം ഈ കഴിഞ്ഞ പ്രണയദിനത്തിൽ എല്ലാവരും വാലന്റൈൻസ് ദിനം ആഘോഷിക്കുമ്പോൾ ഈ പറയുന്ന ദമ്പതികളും അത് ആഘോഷിച്ചിരുന്നു. അന്ന് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള സാൻജോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രം തെളിയിക്കുന്നതും ഇരുവരുടെയും സ്നേഹം തന്നെയാണ്. ഒരു കടൽ തീരത്ത് തൻ്റെ പ്രിയപ്പെട്ടവളുടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിനിമാ സീനിൽ കാണുന്നതിനേക്കാൾ മനോഹരമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു ചിത്രം, അതിൽ ഇരുവരും വളരെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷമാണെന്ന് ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിമനോഹരമായ ചിത്രമാണ് വാലന്റൈൻസ് ഡേയിൽ ഭാര്യയ്ക്കായി സാൻജോ സമർപ്പിച്ചത്. പക്ഷെ ഇത്രയും മനോഹരമായ ഒരു ചിത്രം അവർക്കിടയിലുള്ള ഈ ഒരു ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് തെളിയിക്കുന്നതാണ്. ഹണിമൂൺ കാലം കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പെടുത്തി ഇരുവർക്കും ആദ്യ വിവാഹ വാർഷികം കടന്നുപോയിട്ടും ആഴ്ചകൾ പിന്നിടുന്നേയുള്ളൂ. എന്നാൽ പ്രണയദിനത്തിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ സ്നേഹം ലൈക്കുകളായി എത്താൻ പോലും സമയം നൽകും മുമ്പേ 3 നാൾ കഴിഞ്ഞപ്പോഴേക്കുമാണ് സാൻജോ ഈ ലോകത്തിലില്ല എന്ന നടുക്കുന്ന വാർത്തയാണ് എല്ലാവരെയും തേടിയെത്തിയത്. ഇപ്പോൾ ആ ചിത്രത്തിന് താഴെ തന്നെയാണ് പ്രിയ കൂട്ടുകാർ ഓരോരുത്തരായി എന്ത് പറ്റി, വിശ്വസിക്കാനാകുന്നില്ലല്ലോ എന്ന വാക്കുകളുമായി ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത്. അടുത്തറിയുന്നവർക്കുണ്ടായ ഞെട്ടൽ ഇത്തരത്തിലാണെങ്കിൽ ഊഹിക്കാവുന്നതേയുള്ളൂ. 10 വർഷം പ്രാണനെ പോലെ സ്നേഹിച്ച പ്രിയപ്പെട്ടവളുടെ വേദനയും വിരഹവും. ഒരു നിമിഷത്തെ ഇരുൾ നിറഞ്ഞ മനസ്സിൽ കഴിഞ്ഞ ദിവസം ലിഷ്മയും ജീവൻ വെടിയാൻ തയ്യാറായി എന്ന ഉള്ളുലയ്ക്കുന്ന ഒരു വിവരം കൂടെ പുറത്തു വന്നിരുന്നു. ഇരു കുടുംബത്തെയും തേടി ആ ഒരു വാർത്തയും വന്നിരുന്നു. പക്ഷേ സാൻജോയുടെ മരണം അറിഞ്ഞ് ഇരു വീട്ടുകാർ പരസ്പരം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ലിഷ്മയും വീണ്ടും വിചാരമില്ലാത്ത കടുങ്കൈ ചെയ്യാൻ മുതിർന്നത്. പക്ഷേ ആരുടെയൊക്കെയോ പ്രാർത്ഥനകളുടെ ഫലമായി വിധി ലക്ഷ്മിയെ ജീവിതത്തിലേക്ക് മടക്കി വിളിക്കുകയായിരുന്നു. റെഡിച്ചിലെ അനിലിൻ്റെയും സോണിയുടെയും ദാരുണ വിധി ഈ ഒരു സംഭവത്തിലും ആവർത്തിച്ചേനെ. നമുക്കറിയാം,
1.5 വർഷം മുമ്പ് റെഡിച്ചിലിൽ UK മലയാളികൾ കാണേണ്ടി വന്ന ദുരന്ത കാഴ്ചയുടെ ആവർത്തനമായേനെ ഇപ്പോൾ ഇതും. കാരണം സാൻജോയുടെയും ലീഷ്മയുടെയും പ്രണയത്തെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് റെഡിച്ചിലിൽ ഭാര്യയുടെ മരണത്തെ തുടർന്ന് ജീവനൊടുക്കിയ സോണിയയുടെയും അനിലിന്റെയും മരണത്തെ തുടർന്ന് വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത്. നീണ്ട 12 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് അനിലും സോണിയും ഒന്നിച്ചത്. ഇരുവരും ആ പ്രണയം വർഷങ്ങൾക്ക് ശേഷം ഒരു തരി പോലും ഇടിവ് തട്ടാതെ സൂക്ഷിച്ചെന്നാണ് മരണത്തിലൂടെ തെളിയിച്ചത്. ഭാര്യയോടുള്ള അമിത സ്നേഹത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു നിമിഷം അനിൽ മറന്നുപോയെങ്കിലും ഭാര്യയ്ക്കൊപ്പം ഒരു കുഴിമാടത്തിൽ അന്തി ഉറങ്ങാനുള്ള അനിലിന്റെ തീരുമാനം വിധി നടപ്പാക്കുകയായിരുന്നു. ഒട്ടേറെ ദാരുണ മരണങ്ങൾക്ക് സാക്ഷികളായ UK മലയാളികൾക്ക് ഇന്നും നെഞ്ചിലെ ഒരു നീറ്റിലാണ് സോണിയും അനിലും. സ്വന്തം കൈകളിൽ കിടന്നാണ് കുഴഞ്ഞു വീണ ഭാര്യ മരിച്ചെന്ന നീറ്റിൽ താങ്ങാനാകാതെയാണ് ആ ദിവസം രാത്രി തന്നെ അനിലും ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. അനിലിന്റെ നിഷ്കളങ്ക മനസ്സിന് അറിയാമായിരുന്ന സുഹൃത്തുക്കളും മറ്റും വീട്ടിൽ കൂട്ടിയിരുന്ന രാത്രി തന്നെയാണ് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് പുറത്തു കിടന്ന അനിൽ മരണത്തിന്റെ വഴിയെ യാത്രയാത്. ഇപ്പോൾ അതേ വഴിയെ നടക്കാനൊരുങ്ങിയ ലീഷ്മയെ തടയാനെത്തിയ വിധിക്ക് നന്ദി പറയുകയാണ് പ്രിയപ്പെട്ടവർ. ജീവനും മരണത്തിനുമിടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ കയറി ഇറങ്ങിയ ലീഷ്മ അപകടനില തരണം ചെയ്തെന്ന് ആശ്വാസ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിനിടെ സാൻജോ എന്തിനീ കടുങ്കൈ ചെയ്തെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമായിട്ടില്ല. ഏറെക്കാലം ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന സാൻജോ ഭാര്യ അയർലാൻഡിൽ എത്തിയതോടെയാണ് ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതിയോടെ കഴിഞ്ഞ മാസം അവിടെ എത്തുന്നത്. ഇക്കഴിഞ്ഞ ഓണം ഇസ്രായേലിൽ ആഘോഷിച്ച ശേഷം തൊട്ടടുത്ത മാസം തന്നെ സാൻജോ നാട്ടിലെത്തിയിരുന്നു. തുടർന്ന് അയർലാൻഡിൽ എത്താനായുള്ള കാലതാമസം വെറും 2 മാസം മാത്രമായിരുന്നെങ്കിലും ആ സമയമൊക്കെ സോഷ്യൽ മീഡിയയിലും പ്രിയപ്പെട്ടവൾക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ ടാഗ് ചെയ്ത് നിന്നെടുത്ത് മാത്രമാണ് താൻ ഏറ്റവും സന്തോഷം കണ്ടെത്തുന്നത് എന്ന വരികൾ കുറിച്ചിട്ടാണ് സാൻജോ തന്റെ സ്നേഹം തുറന്ന് പ്രകടിപ്പിച്ചിരുന്നത്. ഒടുവിൽ വീട്ടുകാർക്കൊപ്പം ക്രിസ്മസ് കൂടി ആഘോഷിച്ച ശേഷമാണ് സാൻജോ അയർലാൻഡിലേക്ക് യാത്ര തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സാൻജോ അയർലാൻഡിൽ എത്തിയിട്ട് 1 മാസം തികയുന്നത്. ഇനിയൊരു ക്രിസ്മസ് ആഘോഷം ഒന്നിച്ചില്ലെന്ന് ഇപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഈ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ജീവനൊടുക്കാൻ കാരണമാകും വിധം എന്ത് നിരാശയാണ് സാൻജോയ്ക്ക് ഉണ്ടായതെന്ന് വീട്ടുകാർക്കും നിശ്ചയമില്ല. മരണവാർത്ത കേൾക്കേണ്ടി വന്ന ദിവസവും തന്നെ വിളിച്ച് സന്തോഷത്തോടെ മകൻ സംസാരിച്ചിരുന്നതാണ് എന്ന് പിതാവ് സുനിൽ പറയുമ്പോൾ കൂടുതൽ ആശയക്കുഴപ്പമാണ് സാൻജോയുടെ മരണം സൃഷ്ടിക്കുന്നത്. തികച്ചും സന്തോഷത്തോടെ കഴിഞ്ഞ ഒരാൾ ഒരു കാരണവും കൂടാതെ പ്രിയപ്പെട്ടവളെയും മകനെയും ഉപേക്ഷിച്ച് നടന്നു മറിഞ്ഞു എന്നത് ആർക്കും ഉൾക്കൊള്ളാനാകില്ല. അയർലാൻഡിലെത്തി കൂട്ടുകാർ പോലും സ്വന്തമാകും മുൻപേയുള്ള ഈ തീരുമാനം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായാൽ സാൻജോയുടെ മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ഫിൻലൻഡിലെ മലയാളി സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനാവശ്യമായ ഒരുക്കങ്ങളെല്ലാം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. സാൻജോ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ചെയ്ത ആത്മഹത്യക്ക് കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സംഭവം ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടിൽ സാൻജോയുടെയും ലീഷ്മയുടെയും മാതാപിതാക്കൾ. ഇരുവരും ഇപ്പോൾ നാട്ടിൽ സാൻജോയുടെ വീട്ടിലാണുള്ളത്. സാൻജോയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന സഹപ്രവർത്തകരും പ്രാദേശിക മലയാളി സമൂഹവും നാട്ടിലെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ട്.